അവൾ ഒരുപാട് കൊറിയൻ ഡ്രാമകൾ കാണാറുണ്ട്. കൂടുതലും റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമകളോടാണ് താല്പര്യം. കൊറിയൻ നായകന്മാരെ പോലെ ഞാനും പെരുമാറണമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. എന്നാൽ ഞാനൊരു ഇന്ത്യക്കാരനാണ്. എനിക്ക് കൊറിയൻ പുരുഷന്മാരെ പോലെ പെരുമാറേണ്ട കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ കുറെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അല്ലാതെ കൊറിയൻ ഡ്രാമകൾ കണ്ടിരിക്കുകയല്ല. ഈയിടക്ക് ബംഗളൂരുവിൽ ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ കത്തെഴുതി വെച്ച ശേഷം ആത്മഹത്യ ചെയ്ത ടെക്കി അതുൽ സുഭാഷിന്റെ വെളിപ്പെടുത്തലാണിത്. 24 പേജ് വരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത്. താൻ അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോയും വൈറലായിരുന്നു. ഇതിൽ പ്രധാനമായും ആരോപിക്കുന്നത് ഭാര്യയ്ക്ക് കൊറിയൻ ഡ്രാമകളോടുള്ള അഗാധമായ ഒബ്സഷനെയും താൻ അതുപോലെ പെരുമാറണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. കാര്യം വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇന്ന് ഈ കൊറിയൻ ഭ്രാന്ത് പലരെയും വളരെയധികം ബാധിച്ചതായി കാണാം, പ്രത്യേകിച്ച് യുവതലമുറയെ. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, കൊറിയൻ ഡ്രാമകൾ കാണാൻ താല്പര്യമുള്ളവരാണ് എന്ന് പല റിപ്പോർട്ടുകളും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് യുവതലമുറക്ക് കൊറിയൻ രാജ്യത്തോട് അല്ലെങ്കിൽ കൊറിയക്കാരോട് ഇത്ര ഒബ്സഷൻ എന്ന് ചിന്തിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. BTS എന്ന ബ്രാൻഡും ഈ ഒബ്സഷന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യക്കാരുടെ ഈ കൊറിയൻ ഒബ്സഷൻ മുതലെടുക്കുന്ന വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതിനുദാഹരണമാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന കൊറിയൻ വസ്ത്രരീതിയും കൊറിയക്കാരുടെ ഭക്ഷണശീലങ്ങളും. എന്നിരുന്നാലും ഏറെ ആകർഷിക്കുന്നതും ലളിതമെന്ന് തോന്നിക്കുന്നതുമായ ഒന്നാണ് കൊറിയൻ വസ്ത്രരീതി. നിയോൺ, മജന്ത തുടങ്ങിയ ഫംഗി നിറങ്ങൾ ഉപയോഗിക്കുന്ന പാശ്ചാത്യ ഫാഷനിൽ നിന്ന് വ്യത്യസ്തമായ ഫാഷൻ സാധാരണമായി ന്യൂട്രൽ ഷെയ്ഡുകളാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. കൂടാതെ ബാഗി ട്രെൻഡുകളും ഓവർസൈസ്ഡ് ഡ്രസ്സുകളും ട്രെൻഡാക്കിയത് കൊറിയയാണ്. മാത്രമല്ല, കൊറിയൻ ഭക്ഷണങ്ങൾക്കും ഇവിടെ ആരാധകർ ഏറെയാണ്. കിംചി, രമേൻ, കൊറിയൻ കോൺഡോഗ് എന്നിവയ്ക്കും ആരാധകർ ഏറെയാണ്. മുൻപ് മാഗി നൂഡിൽസുകൾ മാത്രമാണ് മാർക്കറ്റിലും കടകളിലും ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് അതിന് പകരം ഒരുപാട് വെറൈറ്റി കൊറിയൻ നൂഡിൽസുകളാണ് വിപണിയിലുള്ളത്. കൂടാതെ ഡ്രാമകളിലൂടെയും സീരീസുകളിലൂടെയും സ്ത്രീ സങ്കല്പങ്ങളിലെ പുരുഷന്മാർക്ക് അപ്പാടെ മാറ്റം സംഭവിച്ചു എന്നും പറയാം. മേക്കപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കൊറിയക്കാരുടെ ഒരു നല്ല സ്വാധീനം കാണാം. കൊറിയൻ ഗ്ലാസ് സ്കിൻ പ്രോഡക്ട്സും കൊറിയൻ സ്നെയിൽ സ്ലൈമും മറ്റു കൊറിയൻ മേക്കപ്പുകളും വിപണിയെ പിടിച്ചടക്കി കഴിഞ്ഞു. ആദ്യമേ പറഞ്ഞതുപോലെ BTS എന്ന കൊറിയൻ ബ്രാൻഡും നമ്മുടെ നാട്ടിൽ യുവതലമുറയെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. BTSന്റെ വരവോടുകൂടിയായിരിക്കാം ഇന്ത്യ കൊറിയയെ കൂടുതൽ ഏറ്റെടുത്തത്. കാരണം മറ്റ് ബാൻഡിനൊന്നും കിട്ടാത്ത അത്രയ്ക്ക് സ്വീകാര്യതയും ഫാൻ ബേസുമാണ് BTSനുള്ളത്. ഇതിലൂടെ മൊത്തത്തിൽ ഒരു പർപ്പിൾ മയമാണ് ഇന്ത്യയിലെ യുവതലമുറയിൽ കാണാൻ കഴിയുന്നത്. പുതിയൊരു സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്നതും അടുത്തറിയുന്നതും വളരെ നല്ല കാര്യം തന്നെ. എന്നിരുന്നാലും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു: അമൃത് മാത്രമല്ല, എല്ലാം അധികമായാൽ വിഷമാണ്.